ആലീസ് ബ്ലൂവിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഷെയർസ് ബൈ ചെയ്യുകയും സെൽ ചെയ്യുകയും ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആലീസ് ബ്ലൂവിൽ അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഫ്രീ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് 24 മണിക്കൂറിൽ തന്നെ എടുക്കാവുന്നതാണ്. 15 മിനിറ്റിൻ്റെ പ്രൊസീജിയറാണ്. അതെങ്ങനെ എടുക്കാമെന്നുള്ള കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള ലിങ്ക് നിങ്ങൾക്ക് മുകളിൽ ഐ ബട്ടണിൽ കാണാൻ സാധിക്കും. അതേപോലെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഐഡിയും പാസ്വേഡും യൂസർ നെയിമും പാസ്വേഡും അവർ മെയിലിൽ അയച്ചു തരുന്നതാണ്. ആ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടാണ് നമ്മൾ ഏറ്റവും ആദ്യം ഈ ഒരു ആപ്പിലേക്ക് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ആപ്പ്. ആൻഡ് മൊബി 2.0 എന്നുള്ളതാണ് ആപ്പ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം ഓപ്പൺ എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ യൂസർ നെയിമും പാസ്വേഡുമാണ് ഏറ്റവും ആദ്യം ചോദിക്കുക. ഏറ്റവും ആദ്യത്തെ തവണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവർ തന്നിരിക്കുന്ന പാസ്വേഡ് മാറ്റിയിട്ട് പുതുതായിട്ട് നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാൻ നമ്പർ ചോദിക്കും. അപ്പോൾ പാൻ നമ്പർ അടിച്ചു കൊടുക്കുക. ഇനി ഇതല്ലെങ്കിൽ അവർ അയച്ചിരിക്കുന്ന പാസ്വേഡ് ഉപയോഗിച്ചിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഏറ്റവും നല്ലത് നമ്മളൊരു പാസ്വേഡ് റീസെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിനുശേഷം റീസെറ്റ് പാസ്വേഡ് ഓപ്ഷൻ കൊടുക്കുക. നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി, മൊബൈലിലും ഇമെയിൽ ഐ ഡിയിലും ഒരു OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. വാലിഡേറ്റ് OTP എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇപ്പം പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യുക. അപ്പം പുതിയ പാസ്വേഡ് നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാം. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം പുതുതായിട്ട് സെറ്റ് ചെയ്ത പാസ്വേഡ് ഒരിക്കൽ കൂടി അടിച്ചു കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഒരിക്കൽ കൂടി നമുക്ക് OTP വരും. മൊബൈൽ നമ്പറിലേക്ക് ആ OTP ഇവിടെ അടിച്ചു കൊടുക്കണം. ഒരു 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. ഫിംഗർ പ്രിൻ്റ് ഒക്കെ വെച്ചിട്ട് നമുക്കിത് എനേബിൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എനേബിൾ നവർ എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്തിട്ട് നമ്മുടെ ഫിംഗർ പ്രിൻ്റാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഫിംഗർ പ്രിൻ്റ് കൊടുക്കുക. ഇവിടെ ഒരു ഡിസ്ക്ലോഷറൊക്കെ ഉണ്ട്. അത് പ്രൊസീഡ് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ്. ഓക്കെ, മൊത്തത്തിൽ ഇവിടെ വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഓർഡേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. താഴെ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പോർട്ട്ഫോളിയോ ഉണ്ട്. പിന്നെ നമ്മുടെ യൂസർ ID വെച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും അധികം ഈ വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്റ്റോക്സൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കുക. പുതിയ പുതിയ സ്റ്റോക്സൊക്കെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റോക്സ് ഇല്ലെങ്കിൽ ഇവിടെ സെർച്ച് കൊടുക്കാം. ഇവിടെ കുറേ ലിസ്റ്റ്സ് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് പുതിയത് ആഡ് ചെയ്യാൻ സാധിക്കും. ഇത് പ്രീ ഡിഫൈൻഡ് ആണ്. സെൻസെക്സ് ആണ് ഇതൊക്കെ. സെൻസെക്സിലുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ MW ലിസ്റ്റ് 1 വന്നിട്ട് ഒരെണ്ണം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഫെഡറൽ ബാങ്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് ഫെഡറൽ ബാങ്ക് EQ. എന്നിട്ട് ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡാവും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ MW ലിസ്റ്റ് 1 ഫെഡറൽ ബാങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്ക് നമുക്ക് ഇന്ന് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ഫണ്ടാണല്ലേ. അപ്പോൾ ഫണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പോകാം. നമ്മുടെ പ്രൊഫൈൽ പിക്ചർ പോലത്തെ ഒരു സംഭവമുണ്ടല്ലോ, ഒരു ആളിൻ്റെ പടമുള്ള, അതിൽ ഈ താഴെ വലത്തെ അറ്റത്ത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഫണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഈ താഴെ കാണിക്കുന്ന ഈ പച്ച കളറിൽ സിമ്പിളിൽ പച്ച കളർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എത്ര രൂപയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ അടിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏതാണ്ട് ഒരു 150 രൂപയാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട്, കാരണം നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഈ അക്കൗണ്ട് ഓപ്പണിങ് സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാവും, അത് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ UPI വെച്ചിട്ടായിരിക്കും നമ്മൾ മിക്കവാറും പൈസ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 150 രൂപ എന്നല്ല, 50 രൂപ ആണെങ്കിലും 100 രൂപ ആണെങ്കിലും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് 150 രൂപയാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ UPI എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക. ഏത് ആപ്പാണ്, ആപ്പിൻ്റെ കുറേ ലിസ്റ്റൊക്കെ വരും. നമ്മുടെ ഫോണിലുള്ള ആപ്സിൻ്റെ ലിസ്റ്റ് വരും. അതിലൊരു ആപ്പ് നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ GPay ആണ് ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം Google Pay ഉപയോഗിച്ചിട്ട് ഈ ഫണ്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ പേയ്മെൻറ്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തിരിച്ച് വന്ന് നോക്കിക്കഴിഞ്ഞാൽ, കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ സെയിം അക്കൗണ്ടിൽ തന്നെ ഫണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവൈലബിൾ മാർജിൻ 150 റുപ്പീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 150 രൂപ ഇവിടെ ആഡായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ട് സെക്ഷനിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ അപ്പിയറൻസ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൻ്റെ നിറം മൊത്തം ഇങ്ങനെ വെള്ള കളറിലോട്ട് മാറും. ഞാൻ ഡാർക്കാണ് ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കളറിലേക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ എങ്ങനെ ഒരു സ്റ്റോക്ക് വാങ്ങിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ വരാം.
അപ്പോൾ സ്റ്റോക്ക് വാങ്ങാനായിട്ട് ഈ വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരിക. ഇപ്പോൾ നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്കാണ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. ഇപ്പോൾ സെൻസെക്സിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് സ്റ്റോക്സ് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫെഡറൽ ബാങ്കിൻ്റെ ഈ ഓപ്ഷനിൽ അതിൻ്റെ പേരിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഓപ്ഷൻ വരും. ഈ ബൈ സെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ഒന്ന് മുകളിലോട്ട് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് വരും. ഇവിടെ നമുക്ക് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ചാർട്ടൊക്കെ നോക്കിയിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വ്യൂ ചാർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ലൈവ് ചാർട്ട് കാണാൻ സാധിക്കും. കണ്ടില്ലേ, പ്രൈസ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺസും ചാർട്ടും ഒക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ വെച്ച് തന്നെ വേണമെങ്കിൽ നമുക്ക് ബൈയും സെല്ലും ചെയ്യാം. ഈ ബി എന്ന് പറഞ്ഞാൽ ബൈ ആണ്, എസ് എന്ന് പറഞ്ഞാൽ സെല്ലാണ്. അപ്പോൾ ഞാൻ ബാക്കിലേക്ക് വന്നു. ഇവിടെ ബൈ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. മറ്റ് ഈ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് എല്ലാ ഡീറ്റെയിൽസും തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ സ്റ്റോക്ക് ബൈ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഈ ബൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു സ്റ്റോക്കാണ് ഞാൻ ബൈ ചെയ്യുന്നത്. അതിനുശേഷം എന്താണ് വേണ്ടത്, റെഗുലർ ആണോ, ബി ഒ ആണോ, എ എം ഒ എന്നാണോ ചോദിക്കുന്നത്. ഈ റെഗുലർ എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് നമ്മൾ സാധാരണ പർച്ചേസ് ചെയ്യുന്ന ഓർഡറാണ്. ഇപ്പോൾ മാർക്കറ്റിൻ്റെ സമയത്ത് പർച്ചേസ് ചെയ്യുന്ന ഓർഡറാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ ഏതാണ്ട് 9:30 തൊട്ട് 3 മണി വരെയാണ് മാർക്കറ്റിൻ്റെ ടൈം. ആ ടൈമിൽ പർച്ചേസ് ചെയ്യുന്നതിനാണ് നമ്മൾ റെഗുലർ എന്ന് പറയുക. പിന്നെ ബ്രാക്കറ്റ് ഓർഡർ ഉണ്ട്. പിന്നെ എ എം ഒ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറാണ്. അപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു സമയത്ത് നമ്മൾ എ എം ഒ ആണ് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓർഡർ ടൈപ്പ് എന്നാണ്, മാർക്കറ്റാണോ, ലിമിറ്റാണോ, എസ് എൽ ആണോ, എസ് എൽ എം ആണോ എന്ന് ചോദിക്കുന്നു. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ എന്ത് പ്രൈസിലാണോ അത് ട്രേഡ് ചെയ്യുന്നത് ആ ഒരു പ്രൈസിൽ തന്നെ നമുക്ക് ഇതിനെ വാങ്ങാൻ സാധിക്കും. ഇപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ബി എസ് സിയിൽ 142.05 എൻ എസ് സിയിൽ 142. അപ്പോൾ ഏത് എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങണമെന്നുള്ളതും ഏറ്റവും ആദ്യം നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഞാൻ എൻ എസ് സിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ലിമിറ്റ് എന്ന് പറയുമ്പം നമുക്കൊരു പ്രൈസ് ചൂസ് ചെയ്യും. ഇപ്പോൾ 142 രൂപയ്ക്ക് വാങ്ങണമെങ്കിൽ 142. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് എൻ എസ് സിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് 142, 141, 95. ഞാൻ വിചാരിക്കുവാണ് ഈ ഒരു ഇത് 141 രൂപയ്ക്ക് കിട്ടുമെന്ന് ഞാൻ കരുതുവാണെങ്കിൽ ഞാൻ 141 എന്ന് അങ്ങനെ അടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രൈസ് വരുമ്പോഴത്തേക്കും ഇത് എക്സിക്യൂട്ട് ആകും. പിന്നെ സ്റ്റോപ്പ് ലോസും എസ് എൽ എമ്മും ഒക്കെ നമുക്ക് അടുത്തടുത്ത വീഡിയോസിൽ പറയാൻ സാധിക്കും. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഇപ്പം ഞാൻ മാർക്കറ്റ് ഓർഡറാണ് പ്ലേസ് ചെയ്യുന്നത്. കാരണം മാർക്കറ്റിൽ എന്ത് പ്രൈസാണോ ആ ഒരു പ്രൈസിലാണ് ഞാൻ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരെണ്ണം മാത്രമല്ലേ ഞാൻ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. പിന്നെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ MIS, CNC, MTF എന്നുള്ളതൊക്കെയാണ് പ്രൊഡക്ട്സ്. MIS എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രാഡേ ട്രേഡൊക്കെ ചെയ്യുന്നതിനാണ് MIS എന്ന് പറയുന്നത്. അന്ന് തന്നെ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് അന്ന് തന്നെ സെല്ല് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ MIS എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. CNC എന്ന് പറഞ്ഞാൽ റെഗുലർ, അതായത് ഡെലിവറിയാണ്. ലോങ് ടൈമിലേക്ക് സ്റ്റോക്ക് വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് CNC ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ MIS എടുത്തു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഞാൻ സെല്ല് ചെയ്യണം. ഇന്ന് പർച്ചേസ് ചെയ്തിട്ട് ഇന്ന് തന്നെ സെല്ല് ചെയ്യണം. അങ്ങനെ സെല്ല് ഞാൻ ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് സെയിൽസായി പോകും. ആ ഒരു 3 മണി സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ടൈമിൽ എന്താണ് വില ആ ഒരു വിലയ്ക്ക് സെയിലായി പോകും. അത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും സെയിലാകും. അത് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റോപ്പ് ലോസും SLM ഒക്കെ ചൂസ് ചെയ്യുന്നത്. ഇനി CNC ആണെങ്കിൽ അത് നമുക്ക് ലോങ് ടൈമിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളത് മേടിച്ച് കഴിഞ്ഞാൽ എത്ര വർഷം വേണമെങ്കിലും, 1 മാസമോ 1 വർഷമോ 5 വർഷമോ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും അത് കീപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നീട് നമുക്കത് സെല്ല് ചെയ്യാൻ സാധിക്കും. MTF എന്ന് പറഞ്ഞാൽ മൾട്ടിലാറ്ററൽ ട്രേഡിംഗ് ഫെസിലിറ്റിയാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഈ 2 ഓപ്ഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇൻട്രാഡേ ആണെങ്കിൽ ഇത്, ലോങ് ടൈം ആണെങ്കിൽ ഇത്. ഇപ്പം നമ്മൾ ഏതായാലും ഞാൻ ഇൻട്രാഡേ തന്നെ ഇന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഈ ഇൻട്രാഡേയിൽ MIS എടുക്കുന്നു. അതിനുശേഷം ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 100 ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഈ പുറത്തുനിന്ന് ആൾക്കാർ നോക്കുമ്പോൾ 10 എണ്ണത്തിൻ്റെ ബാച്ചസ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്ക് തൽക്കാലമില്ല. ഒരു ഒറ്റ സ്റ്റോക്ക് മാത്രം വാങ്ങുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ വാലിഡിറ്റി ഡേ ആണോ IOC ആണോ ചൂസ് ചെയ്യാം. ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാലാവകാശം ഉണ്ടാകും. കാരണം നമ്മളിവിടെ ഒരു പ്രൈസ് മെൻഷൻ ചെയ്യാം. മാർക്കറ്റ് ഓർഡർ ആണെങ്കിൽ ആ ഒരു പ്രൈസ് വരുന്നവരെ നോക്കും, അല്ലെങ്കിൽ അത് അവൈലബിൾ ആകുന്നവരെ ഇന്നത്തെ ദിവസം മുഴുവൻ നോക്കും. പക്ഷേ IOC എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഓർ ക്യാൻസൽ എന്നാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ മാർക്കറ്റ് ഓർഡറിൽ IOC വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഇത് അവൈലബിൾ ആണ്, അപ്പോൾ തന്നെ എക്സിക്യൂട്ട് ആകും. അപ്പോൾ രണ്ടും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും.
നമുക്കേതായാലും ഡേ തന്നെ ചൂസ് ചെയ്യാം. IOC ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കും, ഇല്ലെങ്കിൽ അത് ക്യാൻസലായി പോകും. ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ക്യാൻസലായി പോകും. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. NSE നിന്ന് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഷെയർ റെഗുലറാണ്, മാർക്കറ്റ് ഓർഡറാണ്, അതിൻ്റെ ടൈപ്പ് പ്രൊഡക്റ്റ് MIS ആണ്, അതായത് ഇൻട്രാഡേ ഓർഡറാണ്. ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, വാലിഡിറ്റി ഡേ ആണ്. അത്രയും ചെയ്തതിന് ശേഷം ബൈ ഓർഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ പ്ലേസ് ആകും. ഓർഡർ പ്ലേസ് ആയതിനു ശേഷം നമ്മൾ പോർട്ട്ഫോളിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹോൾഡിങ്സ്, പൊസിഷൻസ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഹോൾഡിങ്സ് ഒന്നും തന്നെ ഇല്ല. പൊസിഷൻസിൽ ഉണ്ടല്ല ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സ്റ്റോക്ക് ഉടൻ തന്നെ ഇത് എക്സിക്യൂട്ടായിട്ട് നമ്മുടെ പൊസിഷൻസിൽ വന്ന് കിടക്കുവാണ്. ഇത് ഓരോ അപ്പം ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് മാറുന്ന കാണാൻ സാധിക്കും. ഇപ്പം ഒരു പ്രോഫിറ്റോ ലോസോ ഒന്നുമില്ല, 0.05 5 പൈസയുടെ പ്രോഫിറ്റ്. ഇതെന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം തന്നെ 3 മണിക്ക് മുമ്പ് തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്വയർ ഓഫ് ആയിപ്പോവും, എല്ലാം സെയിൽ ആയിപ്പോവും. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇപ്പോഴും നമുക്കത് വിൽക്കാൻ സാധിക്കും, എപ്പം വേണമെങ്കിലും വിൽക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ഒരു ലോങ് ടൈമിലേക്കാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതും പൊസിഷനിൽ തന്നെയാണ് ഇന്ന് വന്ന് കിടക്കുക, നാളെ അത് ഹോൾഡിങ്സിലേക്ക് വന്ന് മാറിക്കിടക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കാകുന്നത്. ഇനി ഇതെങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ള കാര്യം, ഇതെങ്ങനെ സെല്ല് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പോർട്ട്ഫോളിയോയിലേക്ക് വരിക. പോർട്ട്ഫോളിയോയിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ക്വാണ്ടിറ്റി ഇതെല്ലാ സംഭവം സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ തന്നെ ചെയ്യുവാണ്. അതിന് ശേഷം സെൽ ഓർഡർ 12 പൈസയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. അപ്പം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അത് സെല്ലായിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇത് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ PNL എന്നുള്ളത് 0.05 റുപ്പീസാണ്. നമ്മൾ സെല്ല് ചെയ്തപ്പം 5 പൈസ നഷ്ടത്തിലാണ് സെല്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കമൻറ്റിൽ ചോദിക്കുക. ആലീസ് ബ്ലൂ അക്കൗണ്ട് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നന്ദി, നമസ്കാരം.